നിങ്ങളൊന്ന് ആലോചിക്കും, കോട്ടയം നിന്നെടുത്താൽ ചില സമുദായങ്ങളുടെ കുത്തകയാണ്, അത് ഞങ്ങളാണിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പോട്ട് വരുമ്പോൾ അതല്ല ഞങ്ങളും ഉണ്ടെന്ന് പറയാൻ മറിച്ച് ആരുമില്ല. അങ്ങനെ വന്ന് കോട്ടയത്തിൻ്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലായി. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു, കോട്ടയത്ത് നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, നിങ്ങൾക്കൊരു കോളേജുണ്ട്. ആ കോളേജ് സ്ഥാപിച്ച അന്ന് കിട്ടിയ കോഴ്സല്ലാതെ ഇത്രയും കൊല്ലത്തിനുള്ളിൽ വേറെ ഏതെങ്കിലും കോഴ്സ് തന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് തന്നില്ല? ആ കോളേജ് തന്നപ്പോൾ അതോടൊപ്പം തന്നെ വേറൊരു സമുദായത്തിനും, ഒരു മുസ്ലിം സമുദായം തന്നെ ആണ്, ഒറ്റ ഓർഡറാണ്. ആ ഓർഡറിൽ അവർക്ക് കൊടുത്തത് കോട്ടയം യൂണിയൻ കൊടുത്തു. അവർക്ക് എത്രയോ കോഴ്സ് അവർക്ക് പ്രിൻസിപ്പളും കൊടുത്തു. ഇവിടെ പ്രിൻസിപ്പളും ഇല്ല, ഒന്നുമില്ല, ചാർജാണ്. ഇതാണ് ഇവിടെ രണ്ട് രീതിയാണ്. ആ ഒരു കോളേജ് എത്രയോ കൊല്ലം കഴിഞ്ഞ് കേരളത്തിൽ ഇരുപത് സമുദായത്തിന് മൊത്തമുള്ള ഇതിനെയൊക്കെ കൂടുതൽ കോളേജിൽ ഒറ്റ സമുദായത്തിന് ഈ ജില്ലയിലുണ്ട്. ആ സമുദായത്തിന് 3500-ഓളം കോളേജ് സ്കൂളുകളുണ്ട്. ഇത് കണ്ടാലും കൊണ്ടാലും പഠിക്കലല്ലോ നമ്മൾ. തൊഴുന്തോറും തൊഴിക്കുകയും തൊഴിക്കും തോറും തൊഴുകയും ചെയ്യുന്ന രീതി മാറി പ്രതികരിക്കുന്ന സ്വഭാവമായി വേണം. ആരുടെയെങ്കിലും അധികാരങ്ങൾ പിടിച്ചു പറ്റാനില്ല, നമുക്ക് അവകാശപ്പെട്ട് കിട്ടണ്ടേ. ഇപ്പോൾ തന്നെ വന്ന് എവിടെ വരെ എത്തി നമ്മൾ. ഇപ്പോൾ കാന്തപുരം എന്താ പറയണത്? അവിടെ ഇപ്പോൾ കാന്തപുരം പറയണത് നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെൻറ് എന്ന നിലയിലേക്ക് എത്തിയില്ലേ. സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൂംബ നൃത്തം ഗവൺമെൻറ് കൊണ്ടുവന്നു. ഗവൺമെൻറ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോൾ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി. സൂംബയ്ക്ക് എന്താ കുഴപ്പം? നല്ലപോലെ ഡ്രസ്സിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയല്ല മറു രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നത്. ആ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഉടനെ കയറി മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പുറം നിൽക്കുന്ന ഗവൺമെൻറ് എന്താണ്? അവർ ഇരിക്കാൻ പറഞ്ഞാൽ അപ്പം കടന്നുവിടും. അതായ സ്ഥിതി. എന്തിനേറെ പറഞ്ഞ് ഈയിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, എന്താണ് ഒരെണ്ണത്തിനുണ്ടായിരുന്നല്ലോ, സ്കൂൾ സമയങ്ങളിൽ മാറ്റം. സ്കൂൾ സമയങ്ങളിൽ മാറ്റം സർക്കാർ ഒരു കോടതി വിധിയെ പ്രകാരമാണ് ഇപ്പോൾ. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഒരു മാന്യനും മര്യാദക്കാരനാണ്. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഷ്കാരമില്ല, കോടതിയുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ചപ്പോൾ ഉടനെ സമസ്ത പറഞ്ഞെന്താണ്, അത് വേണമെങ്കിൽ പഠനത്തിൻ്റെ സമയമാറ്റം വേണമെങ്കിൽ ഓണവും ക്രിസ്മസും അവധി കൊടുക്കുന്നതിൽ വെട്ടിച്ചുരുക്കി അത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിക്കുറക്കാം. ഇവരുടെ ഒരു അരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ വേദപാഠം പഠിക്കാനേ പോകാൻ അതൊക്കില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യം എവിടെയാണ് അപ്പോൾ പോണത്? ഇവിടെ ആണ് ആ മതേതരത്വം, ഇവിടെ മതാധിപത്യമായി കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, VS അച്യുതാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയില്ല കിടക്കുകയാണ്, ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും. അപ്പം അതുവരെ എത്തുന്ന കാര്യം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ നമ്മുടെ നിയോജകമണ്ഡലങ്ങൾ നോക്കിയപ്പോൾ ആലപ്പുഴ 2 കുറഞ്ഞ്, അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകളും പുരുഷനും കൂടെ ചേർന്ന്, നമ്മളില്ല ഹിന്ദുക്കളല്ലേ, ബോധം നമ്മളങ്ങോട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതേസമയം മലപ്പുറത്ത് 4 സീറ്റ് അങ്ങ് കയറി. അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. എങ്ങനെ കിടക്കുന്ന കാര്യം?
കൊണ്ട് പൊന്ന് പെങ്ങന്മാരെ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ, പണി പോക്കാണ്. നമ്മൾ വലിയ ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത്. ഇനി എല്ലാവരായി പോകും. നിങ്ങൾ നാളെയായിട്ടുണ്ട്. ഇതിനുള്ള പരിഹാരമൊന്നും നമ്മളൊറ്റയ്ക്കല്ല. ഇവിടെ നായാടി തൊട്ട് നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മയാണ് വർത്തമാനകാലത്ത് അനിവാര്യമായിട്ടുള്ളത്. ആ കൂട്ടായ്മ ശക്തമാക്കാൻ പ്രത്യേകിച്ച് കോട്ടയത്തുകാർ. കാരണം നമുക്ക് അവർ നസ്രാണികളൊരു വെല്ലുവിളിയല്ല. അവർ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യം അവർ ഒന്നിച്ച് നിന്ന് ഒരുപാട് കാര്യം സാധിച്ചുകൊണ്ട് പോയിട്ടുണ്ട്.